ഭിന്നശേഷി കുട്ടികൾക്ക് വാദ്യകലയിൽ പരിശീലനം നൽകുകയാണ് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ ബഡ്സ് സ്കൂൾ. തായമ്പക കലാകാരൻ മുളയങ്കാവ് അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലാണ് 21 കുട്ടികൾക്ക് ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകുന്നത്. ഈ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാകും. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളാണ് ചെണ്ടയിൽ വാദ്യവിസ്മയം തീർക്കാൻ പരിശീലനം നേടുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ വാദ്യോപകരണ പരിശീലന പദ്ധതി പ്രകാരമാണ് പരിശീലനം. സെന്ററിലെ 40 പേരിൽ 21 കുട്ടികളും ചെണ്ട പഠിക്കുന്നുണ്ട്. 52 ദിവസം കൊണ്ട് കുട്ടികളെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് തായമ്പക കലാകാരൻ അരവിന്ദാക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ചെണ്ട പഠിക്കാൻ കുട്ടികൾ താൽപര്യം കാണിക്കുന്നുണ്ടെന്ന് അരവിന്ദാക്ഷൻ പറയുന്നു. കുട്ടികളുടെ സന്തോഷം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അവരൊക്കെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. കലാപഠനം കുട്ടികളെ സന്തോഷിപ്പിക്കാനും അവരെ അനുസരണ, ശ്രദ്ധ, ക്ഷമ, സ്നേഹം എന്നിവ ഉണ്ടാക്കാൻ കലാപഠനം കൊണ്ട് കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ കുട്ടികളുടെ സ്നേഹവും സന്തോഷവും അവരുടെ ഈ തോർച്ചയുള്ള ശ്രദ്ധയൊക്കെ മനസ്സിലാക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ വിജയം കൈവരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജില്ലാ പഞ്ചായത്തിന്റെയും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണവും പദ്ധതിക്കുണ്ട്. കുട്ടികൾക്ക് പരിശീലനത്തിനായി 3 ചെണ്ടയും 3 ഇലത്താളവും 3 വലന്തലയുമെല്ലാം വാങ്ങിയിട്ടുണ്ട്. മരത്തടിയിൽ കൊട്ടിയുള്ള പരിശീലനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക അനുഷ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സഹായവും പരിശീലനത്തിനുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വാദ്യോപകരണ പദ്ധതിയായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഡ്സ് സ്കൂളിലും ഈ ഒരു പ്രൊജക്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. അതിനൊപ്പം നമുക്ക് ഭരണസമിതി നല്ല സപ്പോർട്ടാണ്, പേരൻസിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ടാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമാകും, അവരെങ്ങനെ സഹകരിക്കും എന്നുള്ളതൊരു നമ്മുടെ സംശയമായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല രീതിയിൽ കുട്ടികൾ ഇത് ഉൾക്കൊള്ളാനും അവര് ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആഴ്ചയിൽ 1 ദിവസം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരിശീലനം നടക്കുന്നത്. മരത്തടിയിൽ പരിശീലനം കഴിഞ്ഞാൽ പിന്നെ ചെണ്ടയിൽ കൊട്ടിത്തുടങ്ങും. 52 ദിവസം എന്ന കാലാവധിക്കപ്പുറം കുട്ടികളിൽ പരിശീലനം തുടർന്നു കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പാലക്കാട്.